ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പൈത്തോൺ കളക്ഷനെ പറ്റിയാണ്. 4 ടൈപ്സ് ഓഫ് പൈത്തോൺ കളക്ഷനുള്ളത്. ഡാറ്റ കളക്ഷൻ 4 തരത്തിലാണുള്ളത്. അതായത് ലിസ്റ്റ്, പിന്നെ ടപ്പിള്, സെറ്റ്, ഡിക്ഷണറി, ഇങ്ങനെ 4 തരത്തിലുള്ള ഡാറ്റ കളക്ഷൻസാണ് ഉള്ളത്. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ലിസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒരു ലിസ്റ്റ് എഴുതുന്നു, ലിസ്റ്റ് 1 അല്ലെങ്കിൽ ലിസ്റ്റ്, അതിൻ്റെ നെയിമാണ് ലിസ്റ്റ്. അതിൻ്റെ അകത്തുള്ളത് 3 സ്ട്രിങ്സാണ്. അന്ന് ആദ്യത്തെ സ്ട്രിങ് ബുക്ക്, അത് ഡബിൾ കോട്ടിലിടുക, കോമ ഇടുക, രണ്ടാമത്തെ പെൻസിൽ, മൂന്നാമത്തെ പെന്ന്. അപ്പോൾ ഈ ലിസ്റ്റ് 1 എന്ന് പറയുന്ന ലിസ്റ്റിൽ 3 ഓബ്ജക്റ്റുകളാണുള്ളത്, 3 എണ്ണാണുള്ളത്. ആ പ്രിൻ്റ് ലിസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ലിസ്റ്റ് 1 പ്രിൻ്റ് ചെയ്തു, കണ്ടോ? ബുക്ക്, പെൻസിൽ, പെന്ന്. ഇത് ഡബിൾ കോട്ടിലായാലും ഇത് സിംഗിൾ കോട്ടിലാണ് ഇവിടെ എഴുതുക. ബുക്ക്, പെൻസിൽ, പെന്ന്, അതാണ് ലിസ്റ്റ് 1 എന്ന് പറയുന്നത്. പ്രിൻ്റ് ലിസ്റ്റ് 1. പ്രിൻ്റ് ലെങ്ത് ഓഫ് ലിസ്റ്റ് 1. ഈ ലിസ്റ്റ് 1ൻ്റെ ലെങ്ത് പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ലെങ്ത് എന്ന് പറയുന്ന 3 ആണ്. 1 2 3 ആണ് ലെങ്ത്. ദെൻ ഇതൊരു അറേ പോലെയാണ് പ്രവർത്തിക്കുക. പ്രിൻ്റ് ലിസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ്, ഇതിൻ്റെ ഈ ബുക്കിൻ്റെ ഇൻഡെക്സ് 0 ആണ്, ഇതിൻ്റെ ഇൻഡെക്സ് 1 ആണ്, ഇതിൻ്റെ ഇൻഡെക്സ് 2 ആണ്. അപ്പോൾ പ്രിൻ്റ് ലിസ്റ്റ് 1 ഇൻഡെക്സ് 1. അപ്പോൾ പെൻസിൽ പ്രിൻ്റ് ചെയ്തു, കണ്ടോ? പെൻസിൽ പ്രിൻ്റ് ചെയ്തു. ഇതാണ്. ഇനി ലിസ്റ്റ് 2 എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഇൻറ്റിജറാണ്. 10 20 30 ആണ്. 3 ഇൻറ്റിജറാണ് അതിൻ്റെ അകത്തുള്ളത്. അത് ഡബിൾ കോട്ടിലാണെങ്കിൽ അത് സ്ട്രിങ് ആയി മാറും. ലിസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റിജറാണ്. പ്രിൻ്റ് ലിസ്റ്റ് 2-ലെ ഫസ്റ്റ് ഇൻഡെക്സിലെ എലമെൻ്റ് അത് 20 പ്ലസ് ലിസ്റ്റ് 2-ലെ സെക്കൻഡ് ഇൻഡെക്സിലെ എലമെൻ്റ് അത് 30. അപ്പോൾ 20 + 30 ആണ് പ്രിൻ്റ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് 50, കണ്ടോ? ഇനി ഇവിടെ നമ്മൾ 0 കൊടുത്താൽ എന്ത് പ്രിൻ്റ് ചെയ്യും? 10 + 30 ആണ് പ്രിൻ്റ് ചെയ്യുക. 40 എന്ന് പ്രിൻ്റ് ചെയ്തു. ഇനി ഇവിടെ 2-ന് പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ? 30 പ്രിൻ്റ് ചെയ്തു. ഇതാണ്. ഇനി പ്രിൻ്റ് ലിസ്റ്റ് 1 എന്നുള്ളിടത്ത് പ്രിൻ്റ് ലെങ്ത് ലിസ്റ്റ് 1, പ്രിൻ്റ് ലിസ്റ്റ് 1 എന്നുള്ളിടത്ത് ഇതിൽ നമ്മൾ ലിസ്റ്റ് 2 എന്ന് എഴുതുക. അപ്പോൾ പെന്ന് പ്രിൻ്റ് ചെയ്യും, കണ്ട? പെന്ന് പ്രിൻ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത്, ലിസ്റ്റ് നമ്മളെപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിലാണ് ഇടുക. സ്ക്വയർ ബ്രാക്കറ്റിൽ 1, അത് കഴിഞ്ഞിട്ട് കോമ ഇടുക, 2 കോമ 3 കോമ, ദെൻ വിമൽ, അതൊരു സ്ട്രിങ് ആണ്. ഇതും ജ്യോതി സ്ട്രിങ് ആണ്. അപ്പോൾ നമുക്ക് ലിസ്റ്റിൻ്റെ അകത്ത് ഇൻറ്റിജറും എന്തും ആകാം, എന്തും ഓബ്ജക്റ്റും ആകാം, എലമെൻറ്റ്സ് എന്തും ആകാം. 1 2 3 ഇൻറ്റിജർ ആകാം, സ്ട്രിങ് ആകാം. ഇനി ഇതിലെ ലാസ്റ്റ് ഇൻറ്റിജർ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് ലിസ്റ്റ് ബ്രാക്കറ്റിൽ ഇൻഡെക്സ് എഴുതുക, -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻഡെക്സ് ആണ് -1. ഇത് 0th ഇൻഡെക്സ്, ഇത് ഫസ്റ്റ് ഇൻഡെക്സ്, ഇത് സെക്കൻഡ് ഇൻഡെക്സ്, ഇത് തേർഡ് ഇൻഡെക്സ്, ഇത് 4th ഇൻഡെക്സ്. അപ്പം -1 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻഡെക്സ് ആണ്. ഇനി -2 എന്ന് പറയുന്നത് അതിൻ്റെ പുറത്ത് ഇതാ ലാസ്റ്റ് വിമൽ ജ്യോതി. ഇത് പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് ലിസ്റ്റ് -1 എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ആണ് ചെയ്യുക. -2 എന്ന് പറഞ്ഞാൽ അതിന് മുന്നിലുള്ളത് വിമൽ. ഇനി ഇതിട്ടിട്ട് കോളിനിട്ട് 4 ഇട്ടാൽ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് 0 മുതൽ 3 വരെയാണ് ചെയ്യുക. 0 to 3. അപ്പോൾ 1 2 ഇതാണ് 3 വരെ. ഇത് 0 1 2 3 കണ്ടോ? വിമൽ വരെ ഇവിടെ പ്രിൻ്റ് ചെയ്തു. ഇനി പ്രിൻ്റ് ലിസ്റ്റ് 3 ഡോട്ട് ഇത് കോളിനിട്ടിട്ട് 3 ഇട്ട് കഴിഞ്ഞാൽ 3 മുതൽ അങ്ങോട്ട്. അപ്പോൾ 0 1 2 3 വിമലും ജ്യോതിയും പ്രിൻ്റ് ചെയ്യും. ഇതാണ്. ഇനി ലിസ്റ്റ് 1 = ബുക്ക് പെൻസിൽ പെൻ. ഇതാണ് ലിസ്റ്റ് 1. പ്രിൻ്റ് ലിസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ ഇതാണ് ലിസ്റ്റ് പ്രിൻ്റ് ചെയ്യുക. ഇനി ഈ ലിസ്റ്റ് 1-ലെ ഒന്നാമത്തെ ഇൻഡെക്സ് എന്ന് വെച്ചാൽ പെൻസിൽ, അതിനെ നമ്മൾ = റബ്ബർ എന്ന് മാറ്റണം. അപ്പം എന്നിട്ട് പ്രിൻ്റ് ലിസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക്, റബ്ബർ, പെന്നാണ് പ്രിൻ്റ് ചെയ്യുക. ആദ്യം പ്രിൻ്റ് ചെയ്യുന്ന ബുക്ക്, പെൻസിൽ, പെന്ന്, അതാണ് ഈ പ്രിൻ്റ് ലിസ്റ്റ് 1. ഇവിടെ പ്രിൻ്റ് ലിസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക്, റബ്ബർ, പെന്ന്. നമുക്ക് നോക്കാം, കണ്ട? ആദ്യം ബുക്ക്, പെൻസിൽ, പെന്ന് ഇതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട്
നമ്മൾ ഈ ലിസ്റ്റ് 1-ലെ ഫസ്റ്റ് ഇൻഡെക്സിലുള്ളത് ഇനി ഇത് 0th ഇൻഡെക്സിലെ മാറ്റാൻ പറഞ്ഞാലോ? 0th ഇൻഡെക്സിലെ മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കണ്ടോ റബ്ബർ ബുക്ക് മാറ്റി റബ്ബറാവും, റബ്ബർ പെൻസിൽ പെന്നാവും. ഇനി 3 ആക്കാൻ പറഞ്ഞാലോ പെന്നാണ് പോവുക. 3 അല്ല 2 വരെയുള്ളൂ. 0 1 2 വരെയുള്ളൂ. 2 ആയി കഴിഞ്ഞാൽ കണ്ടോ ബുക്ക് പെൻസിൽ റബ്ബർ മാറി. ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഇൻഡെക്സ് നമ്പർ കൊടുത്തിട്ട് ലിസ്റ്റിൻ്റെ പേര് കൊടുക്കുക, ഇൻഡെക്സ് ബ്രാക്കറ്റിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇൻഡെക്സ് കൊടുക്കുക, എന്നിട്ട് ഈക്വൽ ടു നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഡെക്സിലുള്ളത് മാറ്റി റീപ്ലേസ് ചെയ്യും. ഇനി ലിസ്റ്റ് 2 ബുക്ക് ബാസ്ക്കറ്റ് പെൻസിൽ ഇത് വേറൊരു ലിസ്റ്റാണ്. ഇതിലെ ലിസ്റ്റിലെ എലമെൻറ്റ്സ് എല്ലാം സ്ക്വയർ ബ്രാക്കറ്റിലാണ് ഇടേണ്ടത്. എന്നിട്ട് നമ്മൾ ഒരു ലൂപ്പ് എന്താണെന്ന് നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫോർ എക്സ് ഇൻ ലിസ്റ്റ് 2 പ്രിൻ്റ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ലിസ്റ്റ് 2-ലെ ഫസ്റ്റ് 0th എലമെൻറ്റ് ബുക്ക് പ്രിൻ്റ് ചെയ്യും, പിന്നെ ബാസ്ക്കറ്റ് പ്രിൻ്റ് ചെയ്യും, പിന്നെ പെൻസിൽ പ്രിൻ്റ് ചെയ്യും. കണ്ടോ ഇത് അവിടെ ബുക്ക് ബാസ്ക്കറ്റ് പെൻസിൽ. ഇനി നമ്മൾ ഒരെണ്ണം കൂടെ ഇവിടെ കൊടുത്തെന്ന് വിചാരിക്കുക, ഒരു കോമ ഇട്ടിട്ട് വേറെ ഒരെണ്ണം കൊടുക്കുക, ഒരു ഡബിൾ കോട്ടിൽ ടേബിൾ എന്ന് എഴുതുക, ടേബിൾ. എന്നിട്ട് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞാൽ ടേബിളും കൂടെ ഇവിടെ പ്രിൻ്റ് ചെയ്യും. നോക്കാം കണ്ടോ 4 എലമെൻറ്റ് ടേബിൾ ബുക്ക് ബാസ്ക്കറ്റ് പെൻസിൽ ടേബിൾ. അപ്പോൾ അതിന് ഉപയോഗിക്കുന്നതാണ് 4x ഇൻ ലിസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് 2-ലെ എലമെൻറ്റ് പ്രിൻ്റ് എക്സ് ആദ്യം 0th ഇൻഡെക്സ്, പിന്നെ ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്, തേർഡ് ഇൻഡെക്സിലെ എലമെൻറ്റ്സ് എല്ലാം പ്രിൻ്റ് ചെയ്യും. ഇത് നമ്മൾ ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എഴുതുന്നത്. ഈ ഫോർ ലൂപ്പ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. ഇനി ലിസ്റ്റ് എന്ന് പറയുന്നത് ലിസ്റ്റിൻ്റെ അകത്ത് ബുക്ക് ബാസ്ക്കറ്റ് പെൻസിൽ ഇത് 3 ഉള്ളത്. ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ്, അപ്പം ഇതിൻ്റെ അകത്തോട്ട് ഈ റബ്ബർ എന്ന് പറയുന്നത് അപ്പൻഡ് ചെയ്യും. ഏറ്റവും അവസാനത്തേക്കാണ് അപ്പൻഡ് ചെയ്യുക. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഏറ്റവും അവസാനത്തേക്ക് അപ്പൻഡ് ചെയ്ത് റബ്ബർ ബുക്ക് ബാസ്ക്കറ്റ് പെൻസിൽ കഴിഞ്ഞിട്ട് റബ്ബർ അപ്പൻഡ് ചെയ്തു. ഇനി പ്രിൻ്റ് ലിസ്റ്റ് ഓക്കെ. ദെൻ ലിസ്റ്റ് 1 ബുക്ക് ബാസ്ക്കറ്റ് പെൻസിൽ അതാണ് ലിസ്റ്റ് 1. ലിസ്റ്റ് 1 ഡോട്ട് ഇൻസേർട്ട് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഇൻഡെക്സിൽ എന്ത് ചെയ്യും റബ്ബർ ഇൻസേർട്ട് ചെയ്യും. അപ്പം ഈ ബുക്ക് ബാസ്ക്കറ്റ് പെൻസിലിൻ്റെ അകത്ത് 0th ഇൻഡെക്സിലേക്ക് ആദ്യത്തെ ഇൻഡെക്സിലേക്ക് റബ്ബർ ആഡ് ചെയ്തു. കണ്ടോ റബ്ബർ ആഡ് ചെയ്തു. അപ്പോൾ അപ്പൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് ഏറ്റവും അവസാനത്തേക്ക് റബ്ബർ ആഡ് ചെയ്തു. അപ്പൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണോ ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവസാനത്തേക്ക് ആഡ് ചെയ്യും. ഇത് നമുക്ക് എവിടെയാണോ ആഡ് ചെയ്യേണ്ടത് അതിന് നമ്മൾ പറയേണ്ടത് ആ ഇൻഡെക്സ് ആദ്യം കൊടുക്കണം. അതിന് ഇൻസേർട്ടാണ് ഉപയോഗിക്കുന്നത്. ഇൻഡെക്സ് പറഞ്ഞിട്ട് ആ ഏതാണോ ആഡ് ചെയ്യേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഡെക്സിൽ ഇപ്പോൾ ഇവിടെ റബ്ബറിലാണ്. ഇനി 1-ലാണ് വേണ്ടതെങ്കിൽ 1 കൊടുക്കും. 1 കണ്ടോ ബുക്ക് റബ്ബർ ബാസ്ക്കറ്റ് പെൻസിൽ 1-ൽ പോയി. ഇതാണ് പ്രിൻ്റ് ലിസ്റ്റ് 1. അപ്പം വാല്യൂ ആഡ് ഏത് ഇൻഡെക്സ് പറയുന്നു ആ ഇൻഡെക്സിൽ പോയി ആഡ് ചെയ്യും. അപ്പോൾ അതിന് ഇൻസേർട്ട് ചെയ്യാണ്. അപ്പൻഡ് എന്ന് പറഞ്ഞാൽ അവസാനത്തേക്ക് ആഡ് ചെയ്യും. ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ ആ ഇൻഡെക്സ് കൊടുത്താൽ ആ സ്ഥലത്ത് പോയി ആഡ് ചെയ്യും. ദെൻ ലിസ്റ്റ് 2 ബുക്ക് ബാസ്ക്കറ്റ് പെൻസിൽ റബ്ബർ റിമൂവ് എന്ന് പറയുക. റിമൂവ് പെൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെൻസിൽ റിമൂവ് ചെയ്യും. ലിസ്റ്റ് 2 ഡോട്ട് റിമൂവ് പെൻസിൽ എന്നിട്ട് പ്രിൻ്റ് ലിസ്റ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പെൻസിൽ ഉണ്ടാവില്ല. ഇതിൻ്റെ അകത്ത് പെൻസിലില്ല. അതാണ് ലിസ്റ്റ് 2 ഡോട്ട് റിമൂവ് എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. റിമൂവ് പെൻസിൽ. ദെൻ എന്നിട്ട് പ്രിൻ്റ് ചെയ്തു. ലിസ്റ്റ് 2 ഡോട്ട് ക്ലിയർ ചെയ്യാനാണ് പറയുന്നത്. ക്ലിയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ക്ലിയർ ചെയ്തു. അതിൻ്റെ അകത്ത് ആ ലിസ്റ്റിൽ എം ടി ആയി. അത് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലിയർ ആണ്. ദെൻ ഡെൽ ലിസ്റ്റ് 2 പ്രിൻ്റ് ലിസ്റ്റ് 2 എന്ന് വെച്ചാൽ ആ ലിസ്റ്റ് ഡിലീറ്റ് ചെയ്ത് പോയി. ഡെൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രിൻ്റ് അടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു ലിസ്റ്റ് എക്സ് ഇത് കേട്ടോ ഇവിടെ ഒരു എറർ മെസ്സേജ് വന്നു. എന്താ ലിസ്റ്റ് 2 ഈസ് നോട്ട് ഡിഫൈൻഡ്.
അതാണ്. ഇനി ഇത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെൽ മെസ്സേജ് കോഡ് ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ല കണ്ടോ? അപ്പോൾ നമുക്ക് ഇത് തന്നെയാണ് കിട്ടിയത്. ലിസ്റ്റ് 2 ആണുള്ളത്. ലിസ്റ്റ് 2 ഡോട്ട് ക്ലിയർ ആണ്. അപ്പം രണ്ടാമതും പ്രിൻ്റ് ലിസ്റ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രിൻ്റ് ചെയ്ത് തന്നെ ഇവിടെയും പ്രിൻ്റ് ചെയ്യുള്ളൂ. അത് നോക്കണം. പിന്നെ ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെല്ല് ലിസ്റ്റ് 2 ഡിലീറ്റ് ചെയ്ത് പോകും, ഉണ്ടോ? അപ്പോൾ എറർ മെസ്സേജ് കിട്ടും. ഇത് അവസാനം വന്നു. അപ്പോൾ ഒന്നും കൂടെ പറയാം. നമുക്ക് ആദ്യം അപ്പൻഡ് എന്ന് പറയുന്നത് ലിസ്റ്റിലേക്ക് അവസാനമായിട്ട് അപ്പൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഇൻസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഇൻസേർട്ട് ചെയ്യും. പിന്നെ റിമൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിമൂവ് പറഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ളത് ഏതാണോ അത് റിമൂവ് ചെയ്ത് പോവും. ദെൻ ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് 2 ഡോട്ട് ക്ലിയർ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ക്ലിയർ ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് പിന്നെ എം ടി ലിസ്റ്റാണ് കിട്ടുക. ഇതിങ്ങനെ എം ടി ലിസ്റ്റ് കിട്ടും. ഡെൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ലിസ്റ്റേ ഇല്ലാതാവും. പിന്നെ നമുക്ക് എറർ മെസ്സേജാണ് കിട്ടുക.